എന്തൊക്കെയായിരുന്നു അപ്പോൾ അതിനുള്ള ഒരുക്കം? സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു തീരുമാനം വന്ന പാടെ അതിന് കാര്യങ്ങൾ തുടങ്ങി കാണുമല്ലോ. അതായത് അമ്യുണിഷൻസ്, പിന്നെ അന്നത്തെ ആധുനികമായിട്ടുള്ള ആയുധങ്ങളെ പറ്റിയുള്ള ചിന്തകൾ, പിന്നെ വ്യോമസേന, നാവികസേന, ഇതെല്ലാം തയ്യാറാകണം. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? ഇതിന് രണ്ട് ഭാഗത്തിൽ വേണം ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. ഒന്ന്, നമുക്ക് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫേവറബിൾ ഒപ്പീനിയൻ ആൻഡ് ഫേവറബിൾ സപ്പോർട്ട് നേടിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി വാസ് വെരി പവർഫുൾ അറ്റ് ദാറ്റ് ടൈം. ഇന്നത്തെ ഇന്ത്യ അല്ല, അന്നത്തെ ഇന്ത്യ. സോ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫേവറബിളായിട്ടുള്ള ഒപ്പീനിയൻ നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ആവശ്യമായിരുന്നു. അതിനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. UN തന്നെ നമ്മൾ 38 ഇൻ്റർഫിയറൻസ്, യുണൈറ്റഡ് നേഷൻസിൽ 38, ഏകദേശം 40, ഏകദേശം അല്ല കൃത്യമായിട്ടും 40 രാഷ്ട്രങ്ങളിൽ നമ്മൾ നമ്മളുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് പറഞ്ഞു. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അന്നത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള UK, ജർമ്മനി അന്ന് ഡിവൈഡ് ആയിട്ടില്ല. അപ്പോൾ ബോൺ അവിടെ പോയി, പിന്നെ കാനഡയിൽ പോയി, ഫ്രാൻസിൽ പോയി, ബെൽജിയത്തിൽ പോയി, അങ്ങനെ 5 രാഷ്ട്രങ്ങളിൽ പോയി. പ്രൈം മിനിസ്റ്റർ സ്വയം നിക്സനെ പോയി കണ്ടു. പക്ഷെ ഫേവറബിളായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു റെസ്പോൺസും അവിടുന്ന് കിട്ടിയില്ല. ഞാൻ 1969 മുതൽ 71 വരെ USSR ഇന്ത്യയെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞു. അവരായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യാൻ വേണ്ടി 1971 ഓഗസ്റ്റ് 9 ഇന്ത്യയും റഷ്യയും കൂടിയിട്ടുള്ള ഒരു 20 വർഷത്തെ ഒരു പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്തു. ഇൻഹറൻറ്റ് ഇൻ ദാറ്റ് വാസ് that if either country is attacked militarily by any other country, so each country will help the other country. മനസ്സിലായതല്ലേ ഞാൻ പറയുന്നത്? അതെ. ഏതെങ്കിലും വിധത്തിൽ വേറെ ഒരു രാഷ്ട്രം റഷ്യ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന USSRനെയോ നമ്മളെയോ ആക്രമിക്കുകയാണെങ്കിൽ 2 രാഷ്ട്രങ്ങളും പരസ്പരം സഹായിക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. ഇതോടുകൂടി നമുക്ക് കുറേ സമാധാനമായി. നമ്മുടെ ആംസ് ആൻഡ് അമ്യുണിഷൻ്റെ തയ്യാറെടുപ്പും വെപ്പൺസിൻ്റെ ഓവറോളിങ്ങും പരിപാടിയെല്ലാം ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോഴ്സസിനെ നമ്മൾ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി. ഫോഴ്സസിനെ മൊബിലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വായിച്ചത്. ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ചൈനയ്ക്കെതിരായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ നമ്മളുടെ ആർമി മുഴുവനും ഡിപ്ലോയ് ആയിരുന്നു. അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഫോഴ്സസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളെപ്പോഴും മിലിറ്ററിയിൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. ഒരു സ്ഥലത്തുള്ള മുഴുവൻ ഫോഴ്സസിനെ നമുക്ക് ഒരിക്കലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പുകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ 2-3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, 1971 മാർച്ച് മാസം 25 ഈ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് പ്രഖ്യാപിച്ചത്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ജനോസൈഡ് തന്നെയായിരുന്നു. പാകിസ്ഥാൻ ചെയ്യുന്ന ഈ അനീതികൾ ലോകത്തിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള വിധത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെസ്റ്റ് പാകിസ്ഥാൻ അവിടുത്തെ 9 അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളെ ഡാക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇൻ്റർനാഷണൽ മീഡിയയെ അവിടെ നിന്ന് നിശേഷം ഇവർ പറഞ്ഞു വിട്ടിരുന്നു. ഇൻ്റർനാഷണൽ മീഡിയ വാസ് നോട്ട് പെർമിറ്റഡ്. ഈ പോയ കൂട്ടത്തിൽ ഈ 9 പേരിൽ ഒരാൾ
ഗോവൻ ഒറിജിനായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി പാകിസ്ഥാനിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ആൻ്റണി മസ്കരാനസ്. ലാഹോറിൽ നിന്ന് പബ്ലിഷാവുന്ന മോർണിംഗ് സ്റ്റാർ എന്ന പേപ്പറിൻ്റെ റിപ്പോർട്ടറായിരുന്നു ആൻ്റണി മസ്കരാനസ്. പാകിസ്ഥാനിലെ ഈ ജനോസൈഡ് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭാര്യയ്ക്ക് തീരെ സുഖമില്ല എന്നും പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകുന്നു. പാകിസ്ഥാനിൽ പോയിട്ട് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻകാർ അദ്ദേഹത്തെ കൊന്നുകളയും. അങ്ങനെ ഇദ്ദേഹം തന്ത്രപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ലണ്ടനിലേക്ക് മാറ്റി. ഫാമിലിയെ ലണ്ടനിലേക്ക് മാറ്റാനായിട്ട് അദ്ദേഹം അവരുടെ കൂടെ പോയി. അവരെ അവിടെ കൊണ്ടുപോയി ഒരു വിധത്തിൽ സെറ്റിൽ ചെയ്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ. പക്ഷേ അന്ന് പാകിസ്ഥാനിൽ നിന്ന് കൊല്ലത്തിലൊരിക്കൽ മാത്രമേ ഒരാൾക്ക് വിസ കിട്ടുള്ളൂ പുറത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ആൻ്റണി മസ്കരാനസിന് പോകാൻ പറ്റില്ല. ആൻ്റണി മസ്കരാനസ് അവിടെ നിന്ന് ബലൂചിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് ലണ്ടനിലെത്തുകയാണ്. ലണ്ടനിലെത്തിയിട്ട് സൺഡേ ടൈംസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. ആ പബ്ലിക്കേഷനിൽ 10 കോളംസ് വരുന്ന ജനോസൈഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. ഈ ആർട്ടിക്കിൾ വായിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ലോകം എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയണം. ഇന്ത്യ എല്ലാ രാഷ്ട്രങ്ങളോടും പറയുന്നുണ്ട്, പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും ഇന്ത്യയുടെയോ പാകിസ്ഥാനിൻ്റെയോ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു, യുണൈറ്റഡ് നേഷൻസിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകശാന്തിയും സമാധാനമാണ്. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്നാണ് അവർ അതിൻ്റെ മലയാളത്തിലെ ഈക്വലൻ്റ്. അവർ പറഞ്ഞു ഞങ്ങൾക്കിതിലൊന്നും ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഈ ജനോസൈഡ് എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ വായിച്ചതോടുകൂടി ലോകരാഷ്ട്രങ്ങളാകെ ഇളകി മറിഞ്ഞു. ഇതേ സമയത്ത് മറ്റൊരു കാര്യമുണ്ടായി. പാകിസ്ഥാനിലെ അമേരിക്കൻ കൗൺസിലേറ്റിലെ കൗൺസിലർ ജനറൽ, അദ്ദേഹത്തിൻ്റെ പേര് ആർച്ചർ കെൻറ്റ് ബ്ലഡ് എന്നായിരുന്നു. BLOOD, നമ്മുടെ രക്തം. ഇവിടുത്തെ ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ ഇവരുടെ ഒരു സീക്രട്ട് ചാനലുണ്ട്, ഡിസെൻറ്റ് ചാനൽ. ആ ചാനലിൽ കൂടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ അമേരിക്കയെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ബ്ലഡ് ടെലിഗ്രാം എന്ന പിൽക്കാലത്ത് ഘോഷിക്കപ്പെട്ട ഒരു ടെലിഗ്രാം അയക്കുകയാണ്. അതിൽ എല്ലാ വിവരങ്ങളും ഇദ്ദേഹം അമേരിക്കക്കാരെ അറിയിച്ചു. അമേരിക്കക്കാർ ഇത് പുറത്തുവിടാനായിട്ട് സമ്മതിച്ചില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി. എന്നാലോ നിക്സൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഹി വാസ് ടോട്ടലി ഇൻ ഫേവർ ഓഫ് പാകിസ്ഥാൻ. നിക്സൺ അപ്പോൾ ബംഗ്ലാദേശിലെ ആൾക്കാരെയും പാകിസ്ഥാനിലെ ആൾക്കാരെയും ഗോഡ് ഡാം മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ ഇയാൾ സീക്രട്ട്ലി ജോർഡാൻ വഴിയും സിറിയ വഴിയും ടർക്കി വഴിയും പാകിസ്ഥാനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് ഇയാൾ ഈ ദ പാകിസ്ഥാനീസ് ആർ ഗോഡ് ഡാം മുസ്ലിംസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അന്ന് പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. സോ ഇന്ത്യക്കെതിരായിട്ട് ചൈനയെ ഉത്സാഹിപ്പിക്കാൻ അമേരിക്കക്കാർ, പ്രത്യേകിച്ച് നിക്സൺ, ചൈനയെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നിക്സന് തോന്നി ഇന്ത്യ കൂടുതൽ റഷ്യയായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം പാകിസ്ഥാനോട് പറഞ്ഞു, ഞങ്ങൾ ചൈനക്കാരോട് പറയുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഒരു തേർഡ് ഫ്രണ്ട് ഓപ്പൺ ചെയ്യണമെന്ന്.
പിന്നെ ചൈനക്കാരോട് പറഞ്ഞു, അപ്പോൾ ഒരു കുറച്ചൊരു അടുപ്പമായിട്ട് ചൈനക്കാരോട് പറഞ്ഞു റഷ്യക്കാരോട് പറയും നിങ്ങൾ ഇൻ്റർഫിയർ ചെയ്യരുത്. പക്ഷേ റഷ്യയും ചൈനയും തമ്മിൽ എന്നും പ്രശ്നമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 9 നമ്മളും റഷ്യയും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ റിസൾട്ടായിട്ട് ബൈ ചാൻസ് ചൈന ഇന്ത്യയിൽ ഇടപെടുകയാണെങ്കിൽ റഷ്യ അവിടുന്ന് മറ്റൊരു ഫ്രണ്ട് ഓപ്പൺ ആവും. സോ ഇറ്റ് വിൽ ബിക്കം എ വേൾഡ് വാർ. അതാണ് എക്സ്റ്റേണൽ സിറ്റുവേഷൻ.